ഏതായാലും ഈ കേസ് ശിക്ഷിക്കപ്പെട്ടത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഈ കേസ് ശിക്ഷിക്കപ്പെടാൻ പ്രധാന കാരണം ആ കുട്ടി തന്നെയാണ്. ആ കുട്ടി നല്ല ശക്തമായിട്ട് എല്ലാ പ്രതിസന്ധികളും ശക്തമായിട്ട് ഇതുവരെ കൃത്യമായിട്ട് മൊഴി കൊടുത്തു. ഒരുപാട് യാതനകൾ ആ കുട്ടിയും കുടുംബവും സഹിച്ചിട്ടുണ്ട്. ആ കുട്ടിയെ ചേർത്ത് പിടിച്ച കുടുംബം, ആ കൊറോണ സമയത്ത് ഈ പ്രതിസന്ധികൾ ഓരോന്നും തരണം ചെയ്ത ശക്തമായി ചേർത്ത് പിടിച്ച ആ കുടുംബവും ആ കുട്ടിയും തന്നെയാണ് ഈ കേസിൻ്റെ വിജയത്തിന് കാരണം. കൂടാതെ ഈ വിധിയിലൂടെ കോടതിയിലുള്ള ജനങ്ങൾക്ക് കോടതിയിൽ വിശ്വാസം വർദ്ധിക്കും. ഏറെ പ്രമാദമായ പാലത്തായി കേസ് അത് ആദ്യം അന്വേഷിച്ചത് പാനൂരുള്ള ലോക്കൽ പോലീസാണ്. പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. IG-യുടെ മേൽനോട്ടത്തിൽ ആയിരുന്നു അന്വേഷണം. അവരൊക്കെ ഈ കേസ് ഒരു ഫാബ്രിക്കേറ്റഡ് ആണ് അല്ലെങ്കിൽ കെട്ടിച്ചമച്ചതാണെന്നുള്ളൊരു നിഗമനത്തിലാണ് എത്തിയത്. ഇടക്കാല കുറ്റപത്രം പോലും ഈ ക്രൈംബ്രാഞ്ച് സംഘം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനെതിരെ ഈ കുടുംബവും അതിനോട് ചേർന്ന് നിന്ന അഭിഭാഷക സംഘമൊക്കെ നടത്തിയൊരു നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിക്കപ്പെടുന്നത്. ആ അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങളും അന്വേഷണവുമാണ് നിർണായകമായ കാര്യങ്ങളിലേക്ക് ഈ കേസിനെ എത്തിച്ചത്. പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഈ കേസിനകത്ത് ഉൾപ്പെടുത്തിയതും ആ അന്വേഷണ സംഘമാണ്. ആ അന്വേഷണ സംഘത്തിലുള്ള SI ആയിരുന്ന PC രമേശൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. കേസിൻ്റെ നിർണായകമായ വഴിത്തിരിവുകൾ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള PC രമേശൻ ഇപ്പോൾ നമ്മോട് വിവരിക്കും. സാർ, ഇത് എല്ലാവരും എഴുതി തള്ളാൻ വേണ്ടി പോയൊരു കേസായിരുന്നു. അവിടെ നിന്ന് ആ കേസ് ഒരു നിർണായകമായിട്ടുള്ള അതിനകത്ത് കാര്യങ്ങളുണ്ട്, ഇങ്ങനൊരു ക്രൈം നടന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ കണ്ടെത്തിയത് എങ്ങനെയാണ്? ഈ കേസ് നമ്മൾക്ക് കിട്ടുമ്പോൾ DYSP TK രത്നകുമാറിൻ്റെ നേതൃത്വത്തിൽ അന്വേഷിക്കാൻ എന്നെയും ആ ടീമിൽ ഉൾപ്പെടുത്തി. ഞാൻ ആ സമയത്ത് മയിൽ SI ആയിരുന്നു. നമ്മൾ വലിയ വെല്ലുവിളിയോടാണ് ഈ കേസ് ഏറ്റെടുത്തത്. കാരണം സമൂഹത്തിലും പൊതുവെ മീഡിയകളിലും ഈ കേസ് വളരെ പ്രമാദമായി ചർച്ച ചെയ്യപ്പെടുകയും ഒരു കളവായ കേസാണെന്ന് പൊതുവെ ധാരണയുണ്ടാവുകയും ചെയ്യുന്ന അവസരത്തിലാണ് ഈ കേസ് നമുക്ക് കിട്ടുന്നത്. ആ കാഴ്ചപ്പാടോട് കൂടി തന്നെയാണ് ഈ കേസിനെ സമീപിച്ചത്. എന്നാൽ CD ഫയൽ വായിച്ച് നോക്കിയപ്പോൾ ഒരുപാട് തവണ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ കുറേ സത്യങ്ങൾ CD ഫയൽ തന്നെ ഒളിഞ്ഞു കിടപ്പുണ്ട്. FIS തന്നെ ആദ്യത്തെ FI മൊഴിയിൽ തന്നെ വാതിലടച്ച് കുറ്റിയിട്ടു എന്ന് കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഒരു കുറ്റിയുള്ള കുളത്തുള്ള അല്ലെങ്കിൽ കുറ്റിയുള്ള മുറിയാണെന്ന് ബോധ്യപ്പെട്ടു. പക്ഷേ ലോക്കൽ പോലീസ് തയ്യാറാക്കിയ മഹസറിൽ കുറ്റി ഇല്ലാത്ത മറ്റൊരു റൂമായിരുന്നു. സംഭവസ്ഥലം മാറിപ്പോയതാണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ഈ കേസിലെ FIS-ൽ കൈ കെട്ടി വായിൽ തുണി തിരികെയെന്ന് കുട്ടി പറയാനുണ്ടായ സാഹചര്യത്തെപ്പറ്റി പഠിച്ചു. ആ കുട്ടി അത് കളവായി പറഞ്ഞാണെന്ന് മനസ്സിലായി ആ സ്റ്റേറ്റ്മെൻറ്റിനകത്ത്. പക്ഷേ അതിനുശേഷം പല ഉദ്യോഗസ്ഥരും പലതവണ ചോദിച്ചപ്പോഴും ഈ സംഭവ സ്ഥലം തന്നെയാണെന്നും അതേ മുറി തന്നെയാണെന്നും പ്രതി ഒരേ ഒരാൾ തന്നെയാണെന്നും കുട്ടി ആവർത്തിച്ചു പറഞ്ഞു കൊണ്ടേയിരുന്നു. പക്ഷേ ഏതോ സാഹചര്യത്തിൽ കൈകെട്ടി വായിൽ തുണി തിരികെയെന്ന് പറഞ്ഞതിനെ തുടർന്ന് പല കളവും ആ കുട്ടിക്ക് പറയേണ്ടി വന്നു. അതുകൊണ്ട് ആദ്യ അന്വേഷണ സംഘത്തിന് ആശങ്കയുണ്ടായി, സംശയങ്ങളുണ്ടായി. ഒരുപാട് മറ്റ് രീതിയിലേക്ക് ആ കേസ് സഞ്ചരിച്ചു. കേസ് വഴിതിരിഞ്ഞു പോയി. ഇതിനകത്തിപ്പം ഈ പ്രതിഭാഗം പറയുന്നത് ഈ ടൈലിൽ നിന്ന് കണ്ടെത്തിയ ബ്ലഡ് അത് ഹ്യൂമൻ ബ്ലഡാണ് എന്ന് ഉറപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഈ സംഭവ സ്ഥലം എന്ന് പറയുന്ന കുട്ടി പറയുന്ന മുറിയിലെ ക്ലോസറ്റിന് നേരെ എതിർഭാഗത്തുള്ള ഒരു ടാപ്പുണ്ട്, വാട്ടർ ടാപ്പ്. ആ ടാപ്പിൻ്റെ നേരെ അടിയിലുള്ള ടൈൽസ് നമ്മൾ പരിശോധിച്ചു. കാരണം കുട്ടി ഒരു ദിവസം ഈ കുറ്റം ചെയ്ത ഒരു ദിവസം ബ്ലീഡിങ് വന്നിരുന്നെന്നും ആ പൈപ്പിൽ നിന്നും കഴുകിയിരുന്നെന്നും പറയുന്നുണ്ടായിരുന്നു. അതനുസരിച്ചിട്ട് എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ആ ബാത്റൂമിലെ ടാപ്പിൻ്റെ നേരെ താഴെയുള്ള ടൈല് ഇളക്കി പരിശോധിച്ചു. അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി. സയൻറ്റിഫിക് ഫോറൻസിക്കാരാണ് അത് ചെയ്തത്. അവർക്ക് അതിൽ ഹ്യൂമൻ ബ്ലഡിൻ്റെ അംശം കിട്ടി. ഹ്യൂമൻ ബ്ലഡ് തന്നെ പറയുന്നുണ്ട്. പക്ഷേ ബ്ലഡ് ഗ്രൂപ്പ് തിരിച്ചറിയാനോ അല്ലെങ്കിൽ DNA ടെസ്റ്റിനോ മതിയായ ക്വാണ്ടിറ്റി ഇല്ലാത്തതുകൊണ്ട് മാത്രം അത് കമ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല മാത്രമേ ഉള്ളൂ. മറ്റ് ഹ്യൂമൻ ബ്ലഡ് തന്നെയാണ്
മറ്റ് ആ റൂമിൽ ഹ്യൂമൻ ബ്ലഡ് മറ്റു തരത്തിൽ വരാനുള്ള യാതൊരു സംഭവവും നമുക്ക് കിട്ടിയിട്ടുമില്ല. ഇന്നിപ്പം ജഡ്ജി പറഞ്ഞൊരു കാര്യമുണ്ട്, വാദത്തിനിടയിൽ പറഞ്ഞ, അതായത് SDPI ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എന്നുള്ള ഒരു ആക്ഷേപം പറഞ്ഞിരുന്നു. പ്രതിഭാഗം ആണത് ഉന്നയിച്ചത്. അപ്പോൾ ജഡ്ജി പറഞ്ഞതൊന്നുമല്ല, കേസിൻ്റെ മെറിറ്റ് മാത്രം, ഒരു പോക്സോ കേസിൻ്റെ മെറിറ്റ് മാത്രമാണ് ഞാൻ പരിഗണിക്കുന്നത് എന്നുള്ളതാണ്. ആ മെറിറ്റിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിനുണ്ടായിരുന്ന വെല്ലുവിളി. കാരണം വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിവാദം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഇതുപോലുള്ള സാമുദായിക സംഘടനകൾ ഇടപെടുന്നു എന്നുള്ളൊരു ആക്ഷേപം നിലനിന്നിരുന്നു. പ്രതിരോധത്തിന് വേണ്ടിയിട്ട് RSSും BJP ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതിനിടയിൽ കൂടി നിങ്ങൾ ഈ അന്വേഷണ സംഘം സഞ്ചരിച്ചത് എങ്ങനെയാണ്? ശരിയാണ്, ഈ കേസ് കെട്ടിച്ചമച്ചാണെന്നും ഇത് കളവായുള്ള പരാതിയാണെന്നും എന്നൊക്കെ ആരോപണങ്ങളുണ്ടായിരുന്നു. ഇതിലാരോ ഗൂഢാലോചനയുണ്ട് എന്നൊക്കെ പറഞ്ഞു കിട്ടുന്നു. പക്ഷേ ഏത് സംഘടന, വ്യക്തികളോ സംഘടനയോ ആരും തന്നെ ഈ കേസിൽ ഗൂഢാലോചന നടത്തിയിട്ടില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടു. കാരണം ഈ കുട്ടിയിൽ നിന്ന് സംഭവം വെളിവായി FIR രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ പിറ്റേ ദിവസമാണ് കുട്ടിയെ മെഡിക്കൽ ടെസ്റ്റിന് വിധേയമാക്കുന്നത്. ആ മെഡിക്കൽ ടെസ്റ്റിലാണ് കുട്ടിക്ക് രഹസ്യഭാഗത്ത് പരിക്കേറ്റിട്ടുണ്ടെന്നും മറ്റും വെളിവാകുന്നത്. അങ്ങനെ മുൻകൂട്ടി തയ്യാറാക്കിയതാണെങ്കിൽ ഈ മെഡിക്കൽ റിപ്പോർട്ട് എങ്ങനെ കൊറോബറേറ്റ് ചെയ്യും? മെഡിക്കൽ റിപ്പോർട്ട് ആദ്യം ആർക്കും കിട്ടുന്നില്ലല്ലോ. സംഭവത്തിന് ശേഷം ഈ രജിസ്റ്റർ ചെയ്തതിനു ശേഷമാണല്ലോ മെഡിക്കൽ ടെസ്റ്റ് നടത്തുന്നത്. അതുപോലെ തന്നെ കുട്ടിയിൽ നിന്നും വിവരം അറിഞ്ഞ കുട്ടിയുടെ ഇളയമ്മ, ബന്ധുവായ ഇളയുമ്മ ആ സ്പോട്ടിൽ തന്നെ സ്കൂളിൽ ദേഷ്യം വന്നിട്ട് സ്കൂളിലെ ഉള്ള മറ്റൊരു അധ്യാപകനെ വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ സ്കൂളിൽ ഇങ്ങനെയാണോ കുട്ടികൾ പഠിപ്പിക്കുന്നത്, ഇത്തരത്തിലെല്ലാം ചെയ്തിട്ടുണ്ട് എന്തൊക്കെ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നു. ഫോൺ കോൾ ഡീറ്റെയിൽസ് ഉണ്ട്. അങ്ങനെ ഗൂഢാലോചന ഉണ്ടെങ്കിൽ മുൻകൂട്ടി ഒരു അധ്യാപകനോട് ഈ വിവരം പറയുമോ? അങ്ങനെ ഒരു തരത്തിലും ഗൂഢാലോചന നടന്നിട്ടില്ല എന്ന് മനസ്സിലായി. മാത്രമല്ല, ഇത് സത്യമെന്താണ് കുട്ടിയുടെ ചോദ്യം ചെയ്തതിൽ തന്നെ നമുക്ക് മനസ്സിലായി. കുട്ടി ക്രമേണ വളരുകയാണല്ലോ. കുട്ടി കുറച്ചും കൂടി ബ്രോഡായി വന്നു. കുട്ടീൻ്റെ മാനസിക നിലയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കുട്ടിക്ക് ആ സമയത്ത് നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു. LSSന് സെലക്റ്റായ കുട്ടിയാണ്. സംഭവത്തിന് തൊട്ട് ശേഷം കുട്ടി കുറച്ച് നാൾ മടി പഠിച്ചു, സ്കൂളിൽ പോയിട്ടില്ല, സ്കൂളിൽ പോകാൻ മടിയായിരുന്നു. ഇപ്പോഴും ആ കുട്ടി നന്നായി പഠിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. ഇതിനകത്ത് ഇപ്പം ഈ ജഡ്ജ്മെൻറ്റിലേക്ക് വരുവാണ്. അപ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്, ആ ഒരു വിധിയെ എങ്ങനെയാണ് കാണുന്നത്? കാരണം ഒരുപാട് പ്രതിസന്ധികളുണ്ടായി. അന്വേഷണ സംഘം എഴുതി തള്ളി, ഇനി ഒരിക്കലും നീതി കിട്ടില്ല എന്നുള്ളൊരു ബോധം ആ കുട്ടിക്കും കുടുംബത്തിനും അതിനോട് ചേർന്ന് നിൽക്കുന്നവർക്കൊക്കെ തോന്നുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നിന്ന് മാറിയിട്ടാണ് ഇപ്പം തെറ്റുകാരൻ ആണ് എന്ന് കോടതി കണ്ടെത്തുകയും ശിക്ഷിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്യുന്നത്. അപ്പോൾ അന്വേഷണ സംഘം എന്ന രൂപത്തിൽ അതിനകത്തേക്ക് എത്തിയ കാര്യത്തിന് എങ്ങനെയാണ് കാണുന്നത്? ഈ ശിക്ഷിക്കപ്പെടുന്നൊരു സാഹചര്യത്തെ എങ്ങനെയാണ് കാണുന്നത്? ഏതായാലും ഈ കേസ് ശിക്ഷിക്കപ്പെട്ടത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഈ കേസ് ശിക്ഷിക്കപ്പെടാൻ പ്രധാന കാരണം ആ കുട്ടി തന്നെയാണ്. ആ കുട്ടി നല്ല ശക്തമായിട്ട് എല്ലാ പ്രതിസന്ധികളും ശക്തമായിട്ട് ഇതുവരെ കൃത്യമായിട്ട് മൊഴി കൊടുത്തു. ഒരുപാട് യാതനകൾ ആ കുട്ടിയും കുടുംബവും സഹിച്ചിട്ടുണ്ട്. ആ കുട്ടിയെ ചേർത്ത് പിടിച്ച കുടുംബം, ആ കൊറോണ സമയത്ത് ഈ പ്രതിസന്ധികൾ ഓരോന്നും തരണം ചെയ്ത ശക്തമായി ചേർത്ത് പിടിച്ച കുടുംബവും ആ കുട്ടിയും തന്നെയാണ് ഈ കേസിൻ്റെ വിജയത്തിന് കാരണം. കൂടാതെ കോടതിയിലുള്ള ഈ വിധിയിലൂടെ കോടതിയിലുള്ള ജനങ്ങൾക്ക് കോടതിയിൽ വിശ്വാസം വർദ്ധിക്കും. നല്ലൊരു വിധിയാണ് ഇത്. ശിക്ഷ എന്തോ ആയിക്കോട്ടെ, കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് ഒരു വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അതുമാത്രമല്ല, കോടതിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം കൂടും. നല്ലൊരു മെസ്സേജാണ് ഈ വിധിയിലൂടെ. കുട്ടികൾക്കുള്ള സംരക്ഷണം നൽകുന്ന ഈ നിയമത്തിൻ്റെ ആവശ്യകത എല്ലാവർക്കും പലരും ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിലും ഇത് നല്ലൊരു നിയമം തന്നെയാണ്. അതുകൊണ്ട് അതിൽ സന്തോഷിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള PC രമേശൻ സാർ എന്ന അന്നത്തെ SI അദ്ദേഹത്തിൻ്റെ ഈ കേസ് അന്വേഷണത്തിൻ്റെ അനുഭവങ്ങളാണ് പങ്കുവച്ചത്. വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു. ഒരു ഭാഗത്ത് കേസ് കെട്ടിച്ചമച്ചാണെന്നുള്ള ആക്ഷേപം, മറുഭാഗത്ത് ഇതിൻ്റെ തെളിവുകൾ കേസ് സ്ഥാപിക്കുമ്പോൾ ഒരു പോക്സോ വകുപ്പ് ഉൾപ്പെടെ ചുമത്തുമ്പോൾ അതിന് തക്കതായിട്ടുള്ള തെളിവുകൾ കണ്ടെത്തുക എന്നുള്ള വലിയ ഒരു കടമ്പ അതുകൂടി കടന്ന് ഇത്തരത്തിൽ കോടതിയെ ബോധ്യപ്പെടുത്തി കുറ്റം ചെയ്തിട്ടുണ്ട് പ്രതി, അധ്യാപകനായ പ്രതി കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് കൃത്യമായി സംശയത്തിനതീതമായി തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ അന്വേഷണ സംഘത്തിൻ്റെ നേട്ടമാണ്. ഒപ്പം ആ കുട്ടിയോട് ഈ സമൂഹത്തിനുള്ള ഉത്തരവാദിത്വവും കടമയും നിർവഹിക്കാൻ പ്രാപ്തമാക്കുന്ന രൂപത്തിൽ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ അനുഭവമാണ് അദ്ദേഹം പങ്കുവച്ചത്. ക്യാമറാമാൻ രാജേഷ് വടവേരക്കൊപ്പം ബിജീഷ് ഗോവിന്ദൻ, മീഡിയ 1, കണ്ണൂർ.